നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ഫ്രാക്ഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഫ്രാക്ഷൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പഠിക്കണ്ടേ, ഫ്രാക്ഷൻസിനെ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളെ നമ്മൾ കമ്പയർ ചെയ്യാൻ പഠിക്കണം. എന്താണ് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ വലുതേതാണ്, ചെറുതേതാണ്, വലിയ ഫ്രാക്ഷൻ ഏതാണ്, ചെറിയ ഫ്രാക്ഷൻ ഏതാണ് നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കിലൂടെ നമുക്ക് ഏത് ഫ്രാക്ഷനെയും വലുതാണോ ചെറുതാണോ, ഏത് വലിയ ഫ്രാക്ഷൻ ഏതാണ്, ചെറിയ ഫ്രാക്ഷൻ ഏതാണ്, ഇതൊക്കെ നമ്മൾ ഏത് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യമാണ്. എന്തായാലും ഓർത്തിരിക്കുക, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കിലൂടെ നമ്മൾ പലപ്പോഴും LCM ഒക്കെ എടുത്ത് ഡിനോമിനേറ്ററൊക്കെ ഈക്വൽ ആക്കിയിട്ട് കണ്ടുപിടിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെ അത് എങ്ങനെ ഫ്രാക്ഷൻസിനെ വലുതേതാണ് ചെറിയതേതാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഗ്രേറ്റർ ഫ്രാക്ഷനും അതുപോലെ സ്മോളർ ഫ്രാക്ഷനും ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഫ്രാക്ഷൻസിൻ്റെ ടൈപ്പും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മളവിടെ പഠിച്ചിരുന്നു അല്ലേ? അതിൽ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ കാണാത്തവരൊന്ന് കണ്ടിട്ട് പറഞ്ഞത്. അൺലൈക്ക് ഫ്രാക്ഷനും ലൈക്ക് ഫ്രാക്ഷനും എന്താണ് നമ്മൾ പറഞ്ഞു? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയാം. ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ലൈക്ക് ഫ്രാക്ഷനെ എങ്ങനെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഈ മൂന്ന് സൈൻസ്, ഈ ഒരു സൈൻ, ഈ ഒരു സൈൻ, ഈ ഒരു സൈൻ, ഈ മൂന്ന് സൈൻ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. പലപ്പോഴും തിരിഞ്ഞു പോകണ്ടേ, എവിടെയാണ് വലിയ നമ്പർ എഴുതേണ്ടത്, എവിടെയാണ് ചെറിയ നമ്പർ എഴുതുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10ഉം 15ഉം എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ വലിയ നമ്പർ 15 ആണെന്ന് നമുക്കറിയാം, ചെറിയ നമ്പർ 10 ആണെന്നും അറിയാം. പക്ഷേ ഇതിൻ്റെ സിമ്പൽ എങ്ങനെ ഇടണമെന്ന് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ ഓർത്തിരിക്കുക, ഈ വാ തുറന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് വലിയ നമ്പർ. കൂർത്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ആരോ പോലെ, അതാണ് ചെറിയ നമ്പർ. ഓക്കെ, അപ്പോൾ വാ തുറന്നിരിക്കുന്ന വലിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. വലിയ നമ്പറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വായും തുറന്നിരിക്കണം, ചെറിയ നമ്പറിൻ്റെ അടുത്തേക്ക് കൂർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഗ്രേറ്റർ ദാൻ സൈൻ. ഇത് നേരെ തിരിച്ചു വരികയാണെങ്കിലോ, അത് 15 ഈ സൈഡിലാണ്, 10 ഇവിടെയാണെന്നുണ്ടെങ്കിലോ നമുക്ക് വാ തുറന്ന് ഇങ്ങോട്ട് വയ്ക്കാം. അത്രയേ ഉള്ളൂ. ഇതാണ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പൽ എന്ന് പറയുന്നത്. ആ സിമ്പൽ എന്താണ്? ഈക്വൽ ടു നിങ്ങൾക്കറിയാമല്ലോ, ഒരേപോലെ വരുന്ന സിമ്പൽ. ഇപ്പോൾ ഈ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പേഴ്സിൻ്റെ ചെറിയ നമ്പറും വലിയ നമ്പറും കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതൊക്കെ പോട്ടെ, നമുക്ക് ഫ്രാക്ഷനാണ് വേണ്ടത്. ഫ്രാക്ഷനിൽ തന്നെ ലൈക്ക് ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 2/11 അതുപോലെ 7/11 ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ദാറ്റ് മീൻസ് ദേ ആർ ലൈക്ക് ഫ്രാക്ഷൻ. അത് ലൈക്ക് ഫ്രാക്ഷൻ ആണ് അല്ലേ? ഇങ്ങനെ ലൈക്ക് ഫ്രാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ വിട്ടേരെ ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. ന്യൂമറേറ്ററിൽ വലിയ നമ്പർ ഏതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. അപ്പോൾ ന്യൂമറേറ്ററിൽ ഏതാണോ വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ദാറ്റ് മീൻസ് ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ വലുത് ഏതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ എന്ന് ഓർത്തിരിക്കുക. ഇനി നേരെ തിരിച്ച് നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 11/2ഉം 11/7ഉമാണ്. നമുക്ക് ന്യൂമറേറ്റർ ആണ് സെയിം. ഇത് ലൈക്ക് ഫ്രാക്ഷൻ അല്ല, ഓർത്തിരിക്കുകയാണ്. ലൈക്ക് ഫ്രാക്ഷൻ ആണ്, ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. പക്ഷേ നമുക്ക് ന്യൂമറേറ്റർ ഒരുപോലെയാണ്. മേളിലത്തെ നമ്പർ സെയിം തന്നെയാണ്, ഒരുപോലെയാണ്. പക്ഷേ ഡിനോമിനേറ്ററിൽ താഴത്തെ നമ്പറിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വരുന്ന ഫ്രാക്ഷനിൽ ഓർത്തിരിക്കുക, ചെറിയ ഡിനോമിനേറ്റർ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. എന്താണ്? ചെറിയ ഡിനോമിനേറ്റർ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. അതായത് ഇങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ 11/2 ആയിരിക്കും വലുത്. തിരിഞ്ഞു പോകരുതേ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ വലിയ ന്യൂമറേറ്റർ വലിയ ഫ്രാക്ഷൻ. ഇനി ന്യൂമറേറ്റർ ആണ് സെയിം എങ്കിൽ ചെറിയ ഡിനോമിനേറ്റർ വലിയ ഫ്രാക്ഷൻ. ഒന്നുകൂടെ നോക്കിയേ. ഇവിടെ ഇപ്പോൾ നമുക്ക് 12/7ഉം അതുപോലെ 12/5 ഉണ്ടോ വിചാരിക്കാം. 12/7ഉം 12/5 ഉണ്ടോ വിചാരിക്കുക. ഇവിടെ രണ്ടിൻ്റെയും ന്യൂമറേറ്റർ സെയിം ആണ്, 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേതായിരിക്കും വലിയ ഫ്രാക്ഷൻ? ചെറിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ വലിയ ന്യൂമറേറ്റർ വലിയ ഫ്രാക്ഷൻ. ഇനി ന്യൂമറേറ്റർ ആണ് സെയിം എങ്കിൽ ചെറിയ ഡിനോമിനേറ്റർ വലിയ ഫ്രാക്ഷൻ. തെറ്റിപ്പോകത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഈ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ നമുക്കിങ്ങനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെ പറ്റിയാണ്. ഫോർ എക്സാമ്പിൾ നോക്കി, നമുക്കൊരു 2/3 ഉണ്ട്, 5/7 ഉണ്ട്. 2/3ഉം 5/7ഉം ഇത് ഏതാണ് വലുതാണ്? നിങ്ങൾ കൺഫ്യൂഷൻ വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അല്ലേ? അതായത് ഒരു കേക്കിനെ നമ്മൾ എടുത്തിട്ട് തന്നെ 5 പീസായിട്ട് മുറിച്ചു, വേറൊരു കേക്കിനെ എടുത്ത് 6 പീസായിട്ട് മുറിച്ചു. അപ്പോൾ അതിനകത്ത് ഏതാണ് വലുത് എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് ലോജിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വരച്ച് നോക്കിയോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. ഇതിനകത്ത് ഏത് ഫ്രാക്ഷനാണ് വലുത്? നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത് തന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കുക,
എന്നിട്ട് ന്യൂമറേറ്റർ നോക്കുക. അങ്ങനെയൊന്നും നോക്കണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങുക 2-ൽ നിന്ന്. എപ്പോഴും ഇങ്ങനെ തന്നെ തുടങ്ങണം. ഈ 2 നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഓർത്തിരിക്കുക, ഇങ്ങനെ ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 7 എത്രയാണ്? 2 × 7 14 ആണ് അല്ലേ? ഇനി തിരിച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 എത്രയാണ്? 3 × 5 15 ആണ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്തത്? മേലിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് 2 × 7 മൾട്ടിപ്ലൈ ചെയ്തു, 3 × 5 മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഓർത്തിരിക്കുക, മേലിൽ നിന്ന് താഴോട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതിലേതാണ് വലുത്? രണ്ടാമത് നമ്മൾ ചെയ്തതാണ് വലുത്, അതായത് സെക്കൻഡ് ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലെ ആൻസറാണ് വലുത്, അതുകൊണ്ട് രണ്ടാമത്തെ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. സപ്പോസ് ഈ നമ്പർ ഇങ്ങനെ തിരിച്ചാണ് വന്നിരിക്കുന്നത് വിചാരിക്കുക, അതായത് 5/7 2/3. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3 5 × 3 15 ആണ്. 7 × 2 എത്രയാണ്? 14 ആണ്. ഫസ്റ്റ് ആൻസറാണ് വലുത്, അതുകൊണ്ട് ഫസ്റ്റ് ഫ്രാക്ഷനാണ് വലുത്. നോക്കി, ക്ലിയർ ആയോ? ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ നമുക്ക് 6/11 നമുക്ക് വേണ്ടുന്നത് 3/2 ഇതാണ് നമുക്ക് വേണ്ടത് വിചാരിക്കാം. 6/11 3/2. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര കിട്ടും? 12 കിട്ടും. 11ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര കിട്ടും? 33 കിട്ടും. ഏതാണ് വലുത്? രണ്ടാമത്തതാണ് വലുത്, സോ ഇതായിരിക്കും വലുത്. ഓക്കെ, അതായത് 6/11 ഈസ് ലെസ് ദാൻ 3/2 എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ കമ്പയറിങ് ഫ്രാക്ഷൻ. പറഞ്ഞു വന്നപ്പോൾ ഏതോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചില്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഡിനോമിനേറ്റർ സെയിം ആക്കി അങ്ങനെ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. രണ്ടിനും നമുക്ക് ലൈഫ് ഫ്രാക്ഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടിനെയും നമ്മൾ ലൈഫ് ഫ്രാക്ഷൻ ആക്കുക. രണ്ടിലെ ലൈഫ് ഫ്രാക്ഷൻ ആക്കിയതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് ചില പ്രോബ്ലംസിൽ നമുക്ക് പെട്ടെന്നൊക്കെ കണ്ടുപിടിക്കാനും അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഡിനോമിനേറ്റർ ഒന്നും സെയിം ആക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണോ സെക്കൻഡ് പ്രൊഡക്റ്റ് ആണോ വലുതെന്ന് നോക്കുക. ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് വലുതെങ്കിൽ ഫസ്റ്റ് ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. സെക്കൻഡ് പ്രൊഡക്റ്റ് ആണ് വലുതെങ്കിൽ സെക്കൻഡ് ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. പക്ഷേ ഓർത്തിരിക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ചെയ്യണം, തിരിച്ചെഴുതിയിരിക്കരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് മേലിൽ നിന്ന് താഴോട്ട് തന്നെ, ഫസ്റ്റിൻ്റെ ന്യൂമറേറ്ററിൽ നിന്ന് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. ഓക്കെ, ഈ ഒരു കാര്യം ജസ്റ്റ് മൈൻഡിൽ ഓർത്തിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യുന്നത്. ഫ്രാക്ഷൻസിൽ വലിയ ഫ്രാക്ഷനാണോ ചെറിയ ഫ്രാക്ഷനാണോ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഫ്രാക്ഷൻ്റെ അഡീഷനാണ്, നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ.